കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വീണ്ടും ചർച്ച. ഇന്ന് രാത്രി 10:30 21 വൈദികരുമായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ചർച്ച നടത്തും. അതേസമയം കളക്ടറുടെ വസതിയിൽ നടന്ന ചർച്ച പൂർത്തിയായി. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുതെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടതെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. അവിടെ ഇരുന്ന 21 വൈദികരുമായിട്ട് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വിക്കർ ഈ അച്ഛന്മാരുമായിട്ട് 21 അച്ഛന്മാരുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ ഈ ചർച്ചയിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട് വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പരിഹാര ഫോർമുല, ഒറ്റ രാത്രി കൊണ്ട് എല്ലാ പ്രോബ്ലം തീരില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു ചർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആർച്ച് ബിഷപ്പ് ഫസ്റ്റ് പറഞ്ഞത് 20-ാം തീയതി മീറ്റിങ്ങിന് റെഡിയാണ്. 21 പ്രീസ്റ്റ്മാരോട് ഒരു ഫുൾ ഡിസ്കഷൻ നടത്താൻ റെഡിന്ന് ഉന്നയിച്ചു. പക്ഷേ അതുവരെ 21 പ്രീസ്റ്റുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകാത്തത് കൊണ്ട് പ്രീസ്റ്റ് ഒന്നുകൂടി ആർച്ച് ബിഷപ്പ് ഒന്നുകൂടി ചർച്ചയെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വിളിച്ച് ഓക്കെ കളക്ടർ ഞാൻ 10:30 മണിക്ക് നമുക്ക് ബിഷപ്പ് ഹൗസിൽ ആ 21 പ്രീസ്റ്റോട് 1-to-1 ഒരു ഡിസ്കഷൻ നടത്തി വളരെ പോസിറ്റീവായിട്ട്, ബിക്കോസ് ഒരു ഇൻറ്റേർണൽ ചർച്ച ബന്ധപ്പെട്ട ഇൻറ്റേർണൽ മാറ്ററാണ്, വളരെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്ത് എങ്ങനെ എല്ലാ പ്രശ്നങ്ങളും, കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക്, അത് പല സോ മെനി മാറ്റേഴ്സ് അത് അതെല്ലാം ഒരു രാത്രിയിൽ തീർക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു നല്ല പോസിറ്റീവ് തുടക്കമായിട്ട് ഇന്ന് 10:30 മണി മീറ്റിംഗ് കണ്ട് ഇതോടെ ഈ സമരം അവസാനിപ്പിക്കാനുള്ള മീറ്റിംഗുടെ അടിസ്ഥാനത്തിൽ സമരം ക്ലോസ് ചെയ്യാനുള്ള ഒരു ഡെസിഷനാണ് ഇന്നത്തെ മീറ്റിംഗ് ഉണ്ടായിട്ടുള്ളത്. രേഷ്മ ബാബു ചേർന്നുണ്ട് കൊച്ചിയിൽ നിന്നും. രേഷ്മ, തിരക്കിട്ടുള്ള ചർച്ചകളാണ് കുർബാന തർക്ക വിഷയത്തിൽ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഘർഷമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കളക്ടറുടെ അധ്യക്ഷതയിൽ ചർച്ച നടന്നത്. അതിൽ അൽമായ മുന്നേറ്റ സമിതിയുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രതിനിധികളും പങ്കെടുത്തു. ഇന്ന് രാത്രി 10:30 തന്നെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുമായിട്ട് ഒരു ചർച്ച 21 വൈദികർ നടത്തും. അതായത് നിലവിൽ പ്രാർത്ഥനായജ്ഞം നടത്തുന്ന 21 വൈദികരാണ് ഈ ജോസഫ് പാംപ്ലാനിയുമായിട്ട് ചർച്ച നടത്തുക. ഈ ചർച്ചയിലായിരിക്കും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുക. ഇന്ന് പ്രധാനമായിട്ടും കളക്ടറുമായി ചർച്ച നടന്ന സമയത്ത് കളക്ടർ ആവശ്യപ്പെട്ടത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളതാണ്. ആഭ്യന്തരപരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് ചർച്ചയിൽ വന്നത്. കേസെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊന്നും ചർച്ചയിൽ വന്നിട്ടില്ലെന്നാണ് കളക്ടർ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ അൽമായ മുന്നേറ്റ സമിതിയുടെ പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ളത് ചർച്ച പോസിറ്റീവ് ആയിരുന്നു. 10:30 പാംപ്ലാനിയുമായി നടത്തുന്ന ചർച്ച അത് പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ്. എല്ലാ വിഷയങ്ങളും അവിടെ ചർച്ചയിൽ വരുമെന്ന് അൽമായ മുന്നേറ്റ സമിതിയുടെ പ്രതിനിധികൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജോസഫ് പാംപ്ലാനിയുമായിട്ട് ബിഷപ്പ് ഹൗസിലാണ് 10:30 ചർച്ച വെച്ചിരിക്കുന്നത്. 21 വൈദികർ നിലവിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നുണ്ട്. ഇതിൽ 6 പേരെ സസ്പെൻഡ് ചെയ്യുകയും ബാക്കി 15 പേർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതടക്കമുള്ള വിഷയങ്ങളായിരിക്കും ഈ ജോസഫ് പാംപ്ലാനിയുമായിട്ടുള്ള ചർച്ചയിൽ ഉന്നയിക്കുക. എന്തായാലും നിലവിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, കുർബാന തർക്കം, ഇതടക്കമുള്ള കാര്യങ്ങൾ ആർച്ച് ബിഷപ്പുമായി ചർച്ച നടത്തുമെന്നാണ് അൽമായ മുന്നേറ്റ സമിതിയുടെ പ്രതിനിധികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി 10:30 നടക്കുന്ന ചർച്ചയിൽ ശുഭപ്രതീക്ഷ ഉണ്ടെന്നും അവരുടെ പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ തലശ്ശേരിയിലേക്ക് പോയ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി നിലവിൽ എറണാകുളത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ബിഷപ്പ് ഹൗസിലായിരിക്കും 21 വൈദികരുമായിട്ട് പാംപ്ലാനി ചർച്ച നടത്തുക. വിഷ്ണു. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.